ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് ആഷ്ലി അങ്കിള് വഴിയാണ് ലോകയിലേക്ക് എത്തിയത്. ഇപ്പൊ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കിട്ടുമ്പോ നല്ല സന്തോഷമുണ്ട്. ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ ക്ലാസ്സിലൊക്കെ എല്ലാരും കുഞ്ഞുനീല് എന്നൊക്കെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മൊത്തം ആകെ അത്ഭുതത്തിലായി. അച്ഛപ്പം നടക്കലൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനമ്മ അച്ഛനെ ഇറുക്കി പിടിച്ചിരിക്കുന്നു. പിന്നെ അവിടുത്തെ മൊത്തം അറ്റ്മോസ്ഫിയർ എനിക്ക് ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതില് കുഞ്ഞു കുട്ടിമാരും പിന്നെ അമ്മമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു, ശരിക്കും മനസ്സ് നിറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. ഫാമിലിയിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് കുട്ടി നീലയുടെ അച്ഛൻ. അപ്പൊ കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കർ സാർ പറഞ്ഞു ഇങ്ങനെ കമൽ സാറിന്റെ ഒപ്പം തന്നെ ഒരു ക്യാരക്ടർ പോലെ വരുന്നുണ്ട്. സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ്. അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പൊതുവെ. പക്ഷെ ഇത് വളരെ എൻജോയ്മെന്റ് ആയിരുന്നു. ഓരോരുത്തർ ആക്ട് ചെയ്യുന്ന രീതികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട്. ലോകയുടെ ആരവം അത് അവസാനിക്കുന്നില്ല. ലോകയുടെ പുതിയ പതിപ്പിനായി മലയാളികൾ മാത്രമല്ല കാത്തിരിക്കുന്നത്. ലോക ചാപ്റ്റർ 1 ചന്ദനയിലൂടെ കല്യാണിയും നസ്ലിനും ദുൽഖറും ടോവിനിയും നമ്മളെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ഒരു കൊച്ചു സുന്ദരിയും ഇതിനൊപ്പം പ്രേക്ഷക ഹൃദയത്തെ കീഴടക്കിയിരുന്നു. കല്യാണിയുടെ ചെറുപ്പകാലം ചെയ്ത ഒരു പെൺകുട്ടി. വളരെ അനായാസമാണ് ഓരോ ആക്ഷൻ സീനും ഈ കൊച്ചുമിടിക്ക് കൈകാര്യം ചെയ്തത്. ഈ കുട്ടി ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? ആരാണവൾ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് എൻ്റെ മുന്നിലുള്ളത്. ദുർഗ സി വിനോദ്. നമസ്കാരം മോളെ, എങ്ങനെ പോകുന്നു? പഠിത്തവും കളരിയും ക്ലാസ്സും എല്ലാം എങ്ങനെയുണ്ട്? ഇപ്പൊ നന്നായിട്ട് പോണു. എല്ലാതും ഓക്കെ ആയിട്ട് പഠിപ്പും അതിനൊപ്പം പ്രോഗ്രാമുകളൊക്കെ നോക്കിയിട്ടാണ് പോകുന്നു. തിരക്കിലായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത് കളറിയും ക്ലാസ്സും ഒക്കെ ആയിട്ട്. അതെ, രാവിലെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കുറച്ചേരായിട്ട് കഴിഞ്ഞുണ്ടായിരുന്നു. ഈ കളരി തന്നെയാണ് ദുർഗയെ ലോകയിലേക്ക് എത്തിച്ചത്. കളരിയോട് എങ്ങനെയാണ് ഒരു താല്പര്യം തോന്നിയത്? എത്ര വയസ്സ് മുതലാണ് അഭ്യസിക്കാൻ തുടങ്ങിയതൊക്കെ? കളരിയില് എനിക്ക് മുന്നോട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ കളരിയിൽ ജോയിൻ ചെയ്തത് തന്നെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന്റെ ഈ ആക്ഷനും പിന്നെ അച്ഛൻ ചെയ്യണതൊക്കെ കണ്ടിട്ട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ എനിക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. എങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ? എല്ലാ ദിവസവും ചെയ്യുമോ അതോ വീക്കെൻഡ്സിൽ മാത്രമാണോ? അല്ല, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ചെയ്യും. അത് ആദ്യം രാവിലെ ഒരു 5:30 എണീറ്റിട്ട് പിന്നെ ഈ പല്ലേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കും. ഒരു 6 മണി 6:30 വരെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് സ്കൂളിലെ ദിവസമാണെങ്കിൽ ഒരു 8:30 8 മണി വരെയൊക്കെ പ്രാക്ടീസ് ചെയ്യും. എങ്ങനെയാണ് ഈ ലോകയിലേക്ക്, കളരി തന്നെയാണ് അതിനൊക്കെ ഒരു ബേസ്, ലോകയിലേക്ക് എത്തിയ ആ ഒരു കഥ അതെങ്ങനെയാണ്? അത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് ആഷ്ലി അങ്കിള് വഴിയാണ് ലോകയിലേക്ക് എത്തിയത്. ഒരു വീഡിയോ ഒക്കെ തന്നെ അദ്ദേഹം ലോക ടീമിനെ കാണിക്കുകയും അങ്ങനെ ആ കോൾ എങ്ങനെ എത്തിയെന്ന് ഓർമ്മയുണ്ടോ നമുക്ക്? അത് കൂടുതൽ എനിക്കറിയില്ല, അത് അച്ഛനറിയുള്ളൂ. ഓക്കെ ഓക്കെ. ഈ കുഞ്ഞ് നീലയായ ശേഷം എന്തെല്ലാം മാറ്റമാണ് ഉണ്ടായത്? നീലയ്ക്ക് മുമ്പുള്ള ഒരു ദുർഗയുടെ ലൈഫും അതിന് ശേഷമൊക്കെയുള്ള ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഇപ്പൊ ഇങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കിട്ടുമ്പോ നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ പ്രോഗ്രാമിലേക്കൊക്കെ പോകുമ്പോ എല്ലാരും ബ്ലെസ്സിങ്സ് കിട്ടുമ്പോ അതും നല്ല സന്തോഷമാണ്. ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, വീഡിയോ ഒക്കെ കാണുന്നുണ്ട്.
കഴിയും. അതേപോലെ ഈ ലോകയുടെ വിജയത്തിന് ശേഷം ക്ലാസ്സിലെത്തിയ ഒരു ദിവസം ഉണ്ടല്ലോ, ലോകയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് തിരിച്ചെത്തുക, ഒരു വലിയൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ എങ്ങനെയായിരുന്നു സ്കൂളിലെ അധ്യാപകരും കൂട്ടുകാരുടെ ഒക്കെ തന്നെ ആ ഒരു റെസ്പോൺസും അവരുടെ ഒരു സ്വീകരണവും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും സന്തോഷമായി. പിന്നെ എല്ലാരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ ഇപ്പൊ ക്ലാസ്സിലൊക്കെ എല്ലാരും എന്നെ കുഞ്ഞുനീലി കുഞ്ഞുനീലി എന്നൊക്കെ വിളിക്കുന്നത് ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ അങ്ങനെ വിളിക്കണം, കുഞ്ഞുനീലി കുഞ്ഞുനീലി, ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ദുർഗയാണ് ലോകയിൽ ഡബ്ബ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഡബ്ബിങ് എക്സ്പീരിയൻസ്? ഡബ്ബ് ചെയ്യണം അല്ലെങ്കിൽ മോൾ തന്നെ ഡബ്ബ് ചെയ്യണം എന്ന് സംവിധായകൻ പറയുമായിരുന്നു. എങ്ങനെയായിരുന്നു ഡബ്ബിങ്ങിലേക്ക് എത്തിയത്? ഡബ്ബിങ് അവിടെ ചെയ്തപ്പോ ഞാൻ മുന്നേ ചെയ്തോണ്ട് എനിക്ക് കുഴപ്പമില്ല. മുന്നേ ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചെയ്ത ഭദ്രനാരി എന്നൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ അതില് ഡബ്ബിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ചെയ്യുമ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വിവേകങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഓരോ ഭാഗത്ത് ഇങ്ങനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഡബ്ബ് ചെയ്യാൻ നേരം ആ സിനിമയിലെ ചെറിയ സീക്വൻസ് ഒക്കെ തന്നെ അപ്പൊ കണ്ടു കാണുമല്ലോ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെ. അപ്പൊ തോന്നിയിരുന്നോ ഇത് ഈ കയ്യടി കിട്ടാൻ പോകുന്ന ഒരു സീനാണ് ഞാനിപ്പോഴും ഇത് ഡബ്ബ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെയെന്ന് പറയുകയാണെങ്കിൽ തോന്നിണ്ടായിരുന്നു. പിന്നെ സിനിമ മൊത്തം കണ്ടപ്പോഴാണ് അത് ഞാൻ ചോദിക്കാൻ ഇനി വരുമായിരുന്നേ. ആ സീനില്ലേ, ഒരു ബ്രേക്കിന് ശേഷമുള്ള ഒരു വലിയൊരു അടിപൊളി സീനാണ്. എല്ലാവരും ഭയങ്കര എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു സീന് തന്നെയാണ്, വാരിക്കൂട്ടുമായിരുന്നു കൈയടി. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ള ദുർഗയുടെ ആ ഒരു ഫീല് അതെങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ മൊത്തം ആകെ അത്ഭുതത്തിലായി. അച്ചപ്പം നടക്കുന്നതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനമ്മ അച്ഛനെ ഇറുക്കി പിടിച്ചിരിക്കുന്നു. അത്രയും നല്ല രസത്തില് അതിന്റെ ഒപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. അതേപോലെ തന്നെയാണ് ഈ ഒരു സീനൊക്കെ, അത് വളരെ എങ്ങനെയാണ് ആക്ഷൻ സീൻസ് ആണ്. അപ്പം ആ ഒരു ടീമുമായിട്ട് എങ്ങനെയായിരുന്നു ബ്ലെൻഡ് ആയി പോയതും അവർ പറയുന്നതൊക്കെ തന്നെയും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അത് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടി വന്നിരുന്നു? ഇല്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്തോണ്ട് അത് നന്നായിട്ട് എനിക്ക് ഉപകാരപ്പെട്ടു. അവിടെ ചെന്നിട്ട് എനിക്ക് ഷോട്ടുകൾ അധികം എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല സിമ്പിൾ ആയിരുന്നു. പിന്നെ അവിടുത്തെ മൊത്തം അറ്റ്മോസ്ഫിയർ എനിക്ക് ഹെൽപ്പ് ചെയ്തു. ടീം എങ്ങനെ ഉണ്ടായിരുന്നു, ലോക ടീം? അത് എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഡോമൊക്കെ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ അവിടെ തന്നെ ഇപ്പൊ എടുത്തു പറയണ കുറെ പേരുണ്ട്. ആർട്ട്, മേക്കപ്പ്, ഫുഡ്, അങ്ങനെ എല്ലാം. മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ചെറുതായിട്ട് ആ ഒരു ടീമിലേക്ക്? ഉണ്ട്, ഇപ്പോഴും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ലോകയിൽ കല്യാണി നീലി ആയതിന്റെ പ്രധാന കാരണം തന്നെ ദുർഗയാണ്. അപ്പം ദുർഗയുടെ ഒരു പ്രകടനം കണ്ടിട്ട് കല്യാണി എന്താ പറഞ്ഞത്? കല്യാണി നേരിട്ട് വിളിച്ചോ? എങ്ങനെയായിരുന്നു കല്യാണിയുടെ ഒക്കെ റെസ്പോൺസ്? കല്യാണി ചേച്ചിനെ ഞാന് അവിടെ വെച്ചിട്ട് തന്നെ ഏറ്റവും അവസാനത്തെ ഡേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൈറ്റ് ഒക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുൽഖറും ടോവിനൊക്കെ എങ്ങനെയായിരുന്നു റെസ്പോൺസ് അവരുടെയൊക്കെ? അവരൊക്കെ ഇതുപോലെ തന്നെ അവരുടെ നിന്നും കുറെ ബ്ലെസ്സിങ്സ് കിട്ടി. പിന്നെ ഞങ്ങള് ഇടയ്ക്ക് അവർക്ക് അങ്കിൾമാർക്ക് ഒഴിവുള്ള സമയത്ത് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ടെന്നു.
അതിനുശേഷം ഈ പുറത്തു നിന്നൊക്കെയുള്ള ആളുകൾ, അതായത് മലയാളികൾ മാത്രമൊന്നുമല്ല, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയൊന്നുമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ തന്നെയും അതുപോലെ തന്നെ ഗൾഫിൽ നിന്നും അങ്ങനെ ഒരുപാട് പുറത്തു നിന്നൊക്കെ ഒരുപാട് പേര് ഒരുപാട് കോൾസ് ഒക്കെ കിട്ടിക്കാണല്ലോ. ആ ഒരു സമയമൊക്കെ എങ്ങനെയായിരുന്നു എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തത്? അത് പിന്നെ അവിടെ എല്ലാരും വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതില് കുഞ്ഞു കുട്ടിമാരും പിന്നെ അമ്മമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു, ശരിക്കും മനസ്സ് നിറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് അത് ശരിക്കും ഫീൽ ചെയ്തു. ലോകയ്ക്ക് ശേഷം എങ്ങനെയാണ് ഓഫറുകളുടെ ഒരു പെരുമഴ തന്നെ ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഫറുകളൊക്കെ വന്നു തുടങ്ങിയോ? കുറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങള് അച്ഛനാ അറിയുള്ളൂ. ഈ ഉടനെ തന്നെ അടുത്ത സിനിമ ഉണ്ടായിരിക്കും? എന്താ ഇപ്പോൾ പ്ലാൻ? പഠനം തുടരുകയാണോ, അതിൻ്റെ ഒപ്പം തന്നെ സിനിമയും കൊണ്ടുപോകണം? എന്താണ് ഞങ്ങളുടെ കുട്ടി നീലിയുടെ ഒരു പ്ലാൻ? അത് അങ്ങനെ ചോദിക്കാൻ അച്ഛനെ അത് നോക്കുക അറിയാമോ. താല്പര്യമുണ്ടോ സിനിമയൊക്കെ? ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമാണ്. പഠിപ്പ് വിചാരിച്ചിരുന്നോ ഇങ്ങനൊരു സിനിമയിലെത്തും അല്ലെങ്കിൽ ഇതുപോലൊരു സീൻ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ എപ്പോഴെങ്കിലും? അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒട്ടും പ്രതീക്ഷയില്ലാതെ തന്നെ എത്തിയല്ലേ? അതെ. വീട്ടിൽ നിന്നുള്ളൊരു പിന്തുണ അതൊന്ന് പറയാമോ? ഈ അച്ഛനാണ് എല്ലാത്തിനും മെയിനെന്ന് എനിക്കറിയാം. വീട്ടിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട്, അമ്മ അതുപോലെ ചേട്ടൻ, എങ്ങനെയാണ്? എല്ലാവരും, വീട്ടിലുള്ള എല്ലാവരും, ഫാമിലിയിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനു വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ട്രെയിനിങ് തരാ, പിന്നെ അങ്ങനെ എല്ലാത്തിലും ഇപ്പൊ അത് വേണ്ട അങ്ങനെ നിർബന്ധിക്കാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യത്തിലേക്ക് ചെയ്യാൻ ശ്രമിക്കാൻ പറയുന്നത്. ഈ പറയുന്ന അച്ഛൻ അവിടെ ഉണ്ടോ? അച്ഛനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇതാണ് കുട്ടി നീലയുടെ അച്ഛൻ. അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ആദ്യമേ തന്നെ പറയാം, അച്ഛൻ നല്ല ഗ്ലാമർ ആണ് കേട്ടോ, ചെറിയ ഹാൻഡ്സം ആണ്. അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ചെറിയ പുള്ളിയൊന്നും അല്ല, അച്ഛനാണ്. നമുക്കറിയാം കമൽഹാസന്റെ ഒപ്പം അഭിനയിച്ച അതിന്റെയൊക്കെ ഒരു ഓർമ്മ എങ്ങനെയാണ്? കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പറയാമോ? അത് ഇന്ത്യൻ 3-ൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പൊ ഇന്ത്യൻ 3-ക്ക് വേണ്ടിയിട്ട് അന്നത്തെ കൺട്രോളർ ആയിരുന്ന വിമൽ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആളാണ് എന്നെ അങ്ങോട്ട് ട്രെയിനിങ്ങിനാണ് ആദ്യം വിളിക്കുന്നത്. കാജൽ അഗർവാളിന് ട്രെയിനിങ് കൊടുക്കുക, സീനിയേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് അവിടെ ചെന്നു, ട്രെയിനിങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറിയോഗ്രാഫിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അത് റംസാൻ എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് മാസ്റ്റർ ഉണ്ട്, ഫൈറ്റ് കൊറിയോഗ്രാഫർ. അദ്ദേഹത്തിന്റെ കീഴിൽ കൊറിയോഗ്രാഫറായിട്ട് തന്നെ മൈക്ക് മുള്ളർ എന്ന് പറഞ്ഞ ജർമ്മൻ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. പിന്നെ എന്നെയും, ഞങ്ങൾ രണ്ടുപേരാണ് കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കർ സാറ് പറഞ്ഞു, ഇങ്ങനെ കമൽ സാറിന്റെ ഒപ്പം തന്നെ ഒരു ക്യാരക്ടർ പോലെ വരുന്നുണ്ട്. സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷെ കളരിഞ്ഞ് വേറെ ആൾക്കാരെ പഠിപ്പിക്കുന്നില്ല. ആ ക്യാരക്ടർ കളരിക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ നിങ്ങൾ ഒപ്പം ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഗെറ്റപ്പ് ഫുള്ള് താടി, മീശി, മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു. അങ്ങനെ അതിൽ വർക്ക് ചെയ്തു. ഫസ്റ്റ് ക്ലൈമാക്സ് സീനായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ പിന്നെ കോവിഡ് വന്നു. അങ്ങനെ പെട്ടെന്ന് പിന്നെ അത് ബ്ലോക്ക് ആവുകയാണ് ഉണ്ടായത്. മോളുടെ ഒരു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം, അതിനൊക്കെ തന്നെയും അച്ഛൻ്റെ ആ ഒരു പിന്തുണയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെയും ഈ ലോകയുടെ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ തന്നെ മോളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. മോളിപ്പം സിനിമയിൽ എത്തിയതിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതും ഇതുപോലൊരു സിനിമ, ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ അധികം ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രേക്ഷക പിന്തുണ ലഭിച്ചൊരു സിനിമയിലാണ് മോള് അഭിനയിച്ചിരിക്കുന്നത്. അതെ, ആദ്യം തന്നെ ലോക ടീം, അതിൽ കുറെ പേര് എന്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് അറിയാവുന്നവരാണ്.
പിന്നെ അതേപോലെ തന്നെ ടീമിൽ എൻട്രി ആയപ്പോൾ തന്നെ, ഇപ്പോൾ മോൾക്ക് ചാൻസ് കിട്ടിയതിൽ എൻട്രി ആയപ്പോൾ തന്നെ റിഹേഴ്സലിന് ചെല്ലുമ്പോൾ തന്നെ അന്ന് യാനിക് ബെൻ മാസ്റ്റർ, പിന്നെ ബാക്കി മുരളി മാസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടുത്തെ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട്. അപ്പൊ ആ ഒരു ടൈം തൊട്ട് തന്നെ ഇവളെ ട്രെയിനിങ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ അന്ന് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് കുട്ടിക്ക് ട്രെയിനിങ് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോ അത് വളരെ നന്നായിട്ടുണ്ട്, ഫോറിൻ സ്റ്റൈലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അപ്രിഷിയേറ്റ് ചെയ്തു. പിന്നെ തുടർന്ന് സെറ്റിലാണെന്നുണ്ടെങ്കിലും ദുർഗയുടെ ഒപ്പം ഓരോ ഷോട്ടിൽ ഞാനും, വൈഫിന്റെ പേര് ഭദ്ര എന്നാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ടാണ് ഇവളുടെ ഒപ്പം ഓരോ കാര്യങ്ങളും ഷോട്ടിനുള്ളത് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒക്കെ ഒരു ഐഡിയ. അതുപോലെ ഡയറക്ടർ അരുൺ ഡൊമിനിക് മൂപ്പര് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ദുർഗയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ആക്ട് ചെയ്യാനല്ല പറഞ്ഞു കൊടുക്കുക. ആള് കറക്റ്റ് വന്നിട്ട് ഇതാണ് സാഹചര്യം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദുർഗ എങ്ങനെയാണ് ചെയ്യാൻ പറയും. എന്നിട്ട് ചെയ്തതിൽ എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ആൾക്ക് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ ദുർഗേനെ സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് പതുക്കെ പറഞ്ഞു കൊടുക്കുക. ആർക്കും കേൾക്കില്ല, വളരെ സൈലന്റ് ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ദുർഗ വരുന്നു, വീണ്ടും ആക്ട് ചെയ്യണം. പിന്നെ സെറ്റിലാണെങ്കിലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഒരു കാടിന്റെ ഉള്ളിലായിരുന്നു, അതിരപ്പള്ളി വാഗമൺ ഭാഗങ്ങളിലായിരുന്നു. ആ ഒരു എല്ലാം കൊണ്ടും സിനിമ ഷൂട്ടിംഗ് ആണെന്നുള്ള ഫീൽ ഇല്ലാത്ത രീതിയിൽ അത്രയും നല്ല വൈബ് ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. പിന്നെ ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട്. അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പൊതുവെ, പക്ഷെ ഇത് വളരെ എൻജോയ്മെന്റ് ആയിരുന്നു. ഒരു ട്രിപ്പ് വന്ന പോലത്തെ സുഖമായിരുന്നു. ഒരു ബാലതാരത്തിനെയൊക്കെ തന്നെയും സ്ക്രീനിലൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരൻസിൻ്റെ ഒരു പിന്തുണ അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അപ്പം ഇനിയും തുടർന്ന് കുട്ടി നീലിയെ സിനിമയിലൊക്കെ കാണാൻ സാധിക്കുമോ? ഓഫറുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് അവൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് വേറെ എതിർപ്പുകളൊന്നും ഇല്ല, സന്തോഷമുള്ളൂ. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ കളരി പഠിക്കുകയാണെങ്കിലും വെറുതെ പഠിച്ചുകൊണ്ടിരിക്കാതെ അത് പെർഫോം ചെയ്താലല്ലേ ഇവർക്ക് കൂടുതൽ ത്രില്ല് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു ഫിലിം ചെയ്തതിന് ശേഷം ഇവൾക്ക് അടുത്തത് ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പഠിപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞു. പിന്നെ ആ സെറ്റിൽ നിന്നുള്ള ഗുണങ്ങളും കൂടിയാണ് ഇവൾക്ക് അടുത്തതും കൂടി ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നുന്നു. പിന്നെ അതിനുശേഷം പ്രാക്ടീസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ആക്ടിങ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഫിലിമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ ആക്ട് ചെയ്യുന്ന രീതികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട്. ശരി, ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഈ ഒരു പിന്തുണ അത് ഇനിയും തുടരട്ടെ, നല്ല രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. വളരെ സന്തോഷമുണ്ട് വിനോദ്, അതുപോലെ തന്നെ ദുർഗ. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.